ഹലോ സുഹൃത്തുക്കളെ, സുസ്വാഗതം ടു അൻസിൽ മീഡിയ. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ കാഴ്ചക്കാർക്കും അൻസിൽ മീഡിയയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ വളരെ ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന ക്രിസ്തുമസ് രാവുകളാണ് വരുന്നത്. അപ്പോൾ ക്രിസ്തുമസിൻ്റെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി നമ്മൾ എറണാകുളത്തെ മറൈൻ ഡ്രൈവിലുള്ള മേനകയിലുള്ള ക്രിസ്മസിൻ്റെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു വന്നാൽ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ട് പരിചയമുള്ളതുമായിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് സാധനങ്ങളാണ് ആവശ്യക്കാരെ കാത്ത് ഇവിടെ വ്യാപാരികൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ തെരുവോരത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു അന്യ രാജ്യത്തുള്ള ഏതോ ബ്യൂട്ടിഫുള്ള യൂറോപ്യൻ കൺട്രി അങ്ങനെയൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു ഫീലിങ്സാണ്. നമ്മളിന്ന് കണ്ട് പരിചയമില്ലാത്ത ഒരുപാട് ക്രിസ്മസിന് മാറ്റുകൂട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ തെരുവോരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആഘോഷങ്ങൾക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുള്ളവരാണ് മലയാളികൾ. നമ്മൾ ഒരുപാട് ജാതി മത ഭേദമന്യേ എല്ലാ ആഘോഷങ്ങളും നമ്മൾ വളരെ സന്തോഷമായിട്ട് ഹൃദയത്തിലേറ്റിയവരാണ്. ഓണമാകട്ടെ, പെരുന്നാളാകട്ടെ, അല്ലെങ്കിൽ ഈസ്റ്ററോ അല്ലെങ്കിൽ വിഷുവോ, എന്ത് ആഘോഷമാണെങ്കിലും ജാതിമത ഭേദമന്യേ തന്നെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. എങ്കിലും ക്രിസ്തുമസിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. കാരണം ഒരു കേക്കെങ്കിലും മേടിച്ച് മുറിക്കാത്ത മലയാളികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. ഇതുകൊണ്ട് ഒരു കേക്ക് കടയാണ് ഈ കാണുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കേക്കുകൾക്ക് ഇങ്ങനെ വളരെ ഈ അടുക്കി കളർഫുള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. എന്ത് രസമാണല്ലേ. അപ്പം ഇതെല്ലാം വളരെ മനോഹരമായിട്ട് പല കലാകാരന്മാരുടെ കൈകളിലൂടെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അധ്വാനം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള വിലയുള്ളൂ. ഇതൊക്കെ മേടിച്ച് മുറിച്ച് കഴിച്ച് വളരെ ആഘോഷത്തോടെ സന്തോഷത്തോടെയൊക്കെ ഈ ക്രിസ്മസ് ആഘോഷിക്കണം എന്നാണ് വ്യാപാരികളും പറയുന്നത്. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് കിട്ടുന്ന എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട, അതായത് മറൈൻ ഡ്രൈവിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കടയാണ്. ഇപ്പോൾ ഇവിടെ കേക്ക് മാത്രമല്ല, ഒരുപാട് മറ്റുള്ള സ്വീറ്റ്സ് ഐറ്റംസുകൾ, മറ്റുള്ള ഒരുപാട് പ്രൊഡക്ട്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലൊക്കെ വരുവാണെങ്കിൽ ഈ കടയിലൊക്കെ കയറി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ, അതായത് മധുര പലഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. ക്രിസ്മസ് കൂടുതലും കുട്ടികളെയാണ് കൂടുതലും സ്വാധീനിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്കുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ കുട്ടിക്കാലത്ത് എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, കുറേ ബലൂണുകൾ, കളർഫുൾ ആയിട്ടുള്ളത്, സമ്മാനങ്ങൾ, ട്രീ, അങ്ങനെയൊക്കെയുള്ള കുറേ കുട്ടികളുടെ ഭാവനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് സംഭവിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് കൂടുതലും കുട്ടിക്കാലത്തെ നമുക്ക് ക്രിസ്മസിനോട് ഒരു വലിയൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പം ധാരാളം ബലൂണുകൾ, ധാരാളം കളിപ്പാട്ടങ്ങൾ, സമ്മാനങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കുറേ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ചെറുപ്പകാലത്തോ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു മധുരത്തിനൊക്കെ മാറ്റുകൂട്ടുന്ന എല്ലാവിധ പ്രൊഡക്റ്റുകളും ഈ ഒരു കമ്പോളത്തുണ്ട്. അതായത് നമ്മൾ ഈ വർഷം വന്നിട്ടുള്ളത് ഇതുപോലത്തെ ലൈറ്റുകളൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല. ഇതൊക്കെ വളരെ ഭയങ്കര ഒരു എന്താ പറയുക, വലിയൊരു രത്നക്കല്ല് കിടന്ന് തിളങ്ങുന്ന പോലെ ഇങ്ങനെ കിടന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനത്തെ ഈ പേപ്പറൊന്നുമില്ല, വേറെന്തോ ഒരു മെറ്റീരിയലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുന്നത് ഒരു വ്യാപാരി, ഇങ്ങനെ തെരുവോരത്തെ ഒരുപാട് വ്യാപാരികൾ, ഒരുപാട് കച്ചവടക്കാർ, എല്ലാവർക്കും അന്നം മൂട്ടുന്ന ഈ ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവം തന്നെ. കാരണം നമ്മൾ ക്രിസ്മസിന് വഴിയിലിറങ്ങി നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, കാശില്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും, കുട്ടികൾക്കാണെങ്കിൽ ഒരു 2 ബലൂണെങ്കിലും മേടിച്ച് കൊടുക്കാത്തവരില്ല. അപ്പം അങ്ങനെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒക്കെ ഒരു ഉണർവുകുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞാൽ വ്യാപാരികളെ സംബന്ധിച്ച്. നോക്കി എത്ര മനോഹരമായിട്ട് കണ്ട ക്രിസ്മസ് ട്രീകളുണ്ട്. നമ്മളെന്താ ഇവിടെ ഒന്ന് ചുമ്മാ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു സ്വർഗത്തിൽ കൂടെ നടക്കുന്നത്, ബൾബൊക്കെ ഇട്ട് ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തിരക്കിങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഹോൾസെയിൽ വ്യാപാരികളാണ് ഇവിടെയുള്ളത് കേട്ടോ. മറൈൻ ഡ്രൈവിൽ, മേനകയിൽ കൂടുതൽ ഹോൾസെയിൽ കച്ചവടങ്ങളാണ്, ടൂറിസ്റ്റ് ഐറ്റം അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ. അപ്പോൾ ക്രിസ്മസ് സീസൺ ആയിക്കഴിഞ്ഞാൽ അവരുടെ പതിവ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാം മൊത്തത്തിൽ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള സകലമാന കാര്യങ്ങൾ എടുത്തു വെച്ചൊരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അത് വ്യാപാരികൾക്ക് കണ്ണുകൾക്ക് കുളിർമയാകുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ച് ആളുകളെ കാത്തിങ്ങനെ ഇരിപ്പുണ്ട്. നല്ല തിരക്കാണ്. അപ്പം ഈ ക്രിസ്മസിന് നമ്മൾ ഇന്ന് വന്ന ദിവസം തന്നെ ഇത്രയും തിരക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒക്കെ എന്ത് തിരക്കായിരിക്കും ഇവിടെ എന്നുള്ളതാണ്. ഒരുപാട്, അതായത് അന്യ സംസ്ഥാനത്തുള്ള ഒരുപാട് തൊഴിലാളികളൊക്കെ വന്നിട്ട് അവരും കച്ചവടം ചെയ്യുന്നുണ്ട്. അവർക്ക് മാന്യമായിട്ടുള്ള കച്ചവടം ചെയ്യാനുള്ള ഒരു
പ്ലേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, അപ്പൂപ്പൻ്റെ വടി, ഇതൊക്കെ ഇത്രയും ഇങ്ങനെ കളർഫുള്ളാക്കി ആയിട്ട് അടുക്കി വെച്ചിട്ട് എല്ലാ പ്രൊഡക്റ്റും നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ പൈസ മാത്രം അങ്ങോട്ട് കൊടുത്താൽ മതി. അത് വലിയ പൈസ ഒന്നുമില്ല. എല്ലാ വ്യാപാരികൾക്കും ഒരുമാതിരി ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് ചുമ്മാ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് കാണാൻ കയറിയാൽ തന്നെ വളരെ രസമാണ് കാണാൻ കേട്ടോ. അപ്പം മറൈൻ ഡ്രൈവിലുള്ള ഈ ക്രിസ്മസ് കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ക്രിസ്മസിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് സാന്റാക്ലോസ് എന്ന് പറഞ്ഞാൽ. സാന്റാക്ലോസ് നല്ല ചുമന്ന പതുപതുത്ത ഉടുപ്പും പാൻറ്റൊക്കെ ഇട്ട് തുപ്പിയൊക്കെ വെച്ചിട്ട് വരുന്ന സാന്റാക്ലോസിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സാന്റാക്ലോസ് വിപണിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് സാന്റാക്ലോസിൻ്റെ ഉടുപ്പുകളൊക്കെ. അപ്പം ഈ സാന്റാക്ലോസ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാന്റാക്ലോസിന് ക്രിസ്തുവായിട്ടോ ക്രിസ്മസുമായിട്ടോ യാതൊരുവിധ ബന്ധമുള്ളൊരു കക്ഷിയല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സാന്റാക്ലോസ് ക്രിസ്തുവിനൊക്കെ ശേഷം ഏകദേശം 4-ാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളാസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു ജനകീയനായിരുന്നു കക്ഷി. അപ്പം അത് പിന്നീട് ഈ ക്രിസ്തുമസും ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഈ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് കുട്ടികൾക്ക് സമ്മാനമൊക്കെ ആയിട്ട് വരുന്ന ഒരാളായിട്ട് സാന്താക്ലോസിനെ പിന്നീട് അത് ചരിത്രം ഇങ്ങനെ മാറി വരും. പല ചരിത്രങ്ങൾ അങ്ങനെയാണല്ലോ, മാറി വരുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങനെ അങ്ങനെ പറ്റിച്ചേർന്ന് ആ വിശ്വാസത്തിനോടൊപ്പം തന്നെ അതും ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു രീതിയാണല്ലോ. അങ്ങനെയാണ് സാന്റാക്ലോസും ആ രീതിയാണ്. പിന്നെ സാന്റാക്ലോസിന് ഈ ചുമല ഡ്രസ്സ്, എന്തിനും ചുമല ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് കുട്ടികളൊക്കെ ചുമല തൊപ്പി വെക്കുന്നു. ഇപ്പം ചുമല ബനിയനും ചുമല ടീഷർട്ട് അതങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ തന്നെ ചുമല ഡ്രസ്സൊക്കെ ഇട്ട് കോളേജിലെ പരിപാടി, സ്കൂളിലെ പരിപാടിയൊക്കെ. അപ്പോൾ ചുമലയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ്. ഈ ചുമലയ്ക്ക് പിന്നിലുള്ള കഥയെന്ന് പറഞ്ഞില്ല, ശരിക്കും അതിനും ക്രിസ്തുവായിട്ടോ ക്രിസ്മസുമായിട്ടോ സാന്റാക്ലോസുമായിട്ടോ ബന്ധമില്ല. കാരണം ചുമല എന്ന് പറഞ്ഞാൽ 1800-കളിൽ നമ്മളൊക്കെ കുടിച്ചിട്ടുള്ളതാണ് കൊക്കക്കോള എന്ന് പറയുന്ന പാനീയത്തിൻ്റെ 1800-കളിൽ ഒരു മോഡലായിട്ട് അതിൻ്റെ ബോട്ടിലിൻ്റെ ഫ്രണ്ടിൽ ഈ സാന്റാക്ലോസിൻ്റെ സ്റ്റിക്കർ പതിപ്പിച്ച് അവർ ഇങ്ങനെ വിപണനം നടത്തുകയുണ്ടായി. അപ്പോഴത്തെ ആ സ്റ്റിക്കറിൽ സാന്റാക്ലോസിൻ്റെ രൂപം എന്ന് പറയുന്നത് നല്ല കടും ചുമല ഉടുപ്പ്, ഇങ്ങനെ പഞ്ഞു പോലത്തെ ആ ഉടുപ്പ് ഇട്ടാണെന്നു അത് ഇങ്ങനെ ലോകം മൊത്തം ഇങ്ങനെ വിപണനം നടത്തിയത്. അപ്പം അങ്ങനെയാണ് സാന്റാക്ലോസിൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടും ചുമപ്പ്, പിന്നെ അത് തൊപ്പിയായി, പാൻറ്, അങ്ങനെ കുത്തുന്ന വടി, അങ്ങനെ സാന്റാക്ലോസിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമലയായിട്ട് അങ്ങ് ബ്രാൻഡ് ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ കൊക്കക്കോള കമ്പനിക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ. എന്തായാലും സാന്റാക്ലോസിൻ്റെ ചുമല തൊപ്പിയും പതുപതുത്തെ ചുമല ആ ഒരു ഓവർകോട്ട് പോലത്തെ ആ ഒരു ഉടുപ്പും അതുമൊക്കെ ഇന്ന് കുട്ടികളുടെ എല്ലാം മനസ്സിലങ്ങ് പതിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹൃദയം നിറഞ്ഞാണ് കുട്ടികളും മുതിർന്നവരുമൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെ ഇങ്ങനെ വരവേൽക്കുന്നത്. ഇതൊരു ഈ പഞ്ഞിയൊക്കെ കൊണ്ട് ഇങ്ങനെ മഞ്ഞു മലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ സാന്റാക്ലോസിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൊരു കടയാണ് കേട്ടോ. ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത ആളുകളെ കാണിക്കാനല്ല, കാരണം ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ പോയി ചെയ്യൂ. വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം തോന്നിക്കുന്ന രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവരത് ഭയങ്കര വിദഗ്ധമായിട്ടും ഭയങ്കര രസകരമായിട്ടും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ടുള്ള പേപ്പർ സ്റ്റാറുകൾ, ഇപ്പോൾ LED സ്റ്റാറുകളൊക്കെ കൂടുതലായിട്ട് കമ്പോളത്തിൽ വന്നപ്പോഴത്തേക്ക് പേപ്പർ സ്റ്റാറുകളൊക്കെ കുറച്ച് പുറകോട്ട് പോയി. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ മറ്റേ ഈറ്റ മുള അങ്ങനെയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാറുകളൊക്കെ അതൊക്കെ മാറിയപ്പോഴാണ് പേപ്പർ സ്റ്റാറുകൾ ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള വന്ന്. അപ്പം അതിനെ കവർ ചെയ്തുകൊണ്ട് LED ബൾബുകൾ, LED സ്റ്റാറുകൾ പല രീതിയിൽ പച്ച നിറത്തിൽ, മഞ്ഞ നിറത്തിൽ, കറങ്ങി കത്തുന്നത്, വിരിഞ്ഞു കത്തുന്നത്, എറിഞ്ഞു കത്തുന്നതൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള സ്റ്റാറുകളൊക്കെ ഇന്ന് വിപണിയിലുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ നമുക്കതെല്ലാം കാണാൻ പറ്റും, മേടിക്കാൻ പറ്റും. ഇഷ്ടം പോലെ കളക്ഷൻസ് ഇവിടെയുണ്ട്. ഇപ്പോൾ ഇത് പേപ്പർ സ്റ്റാറുകളൊന്നും ഒട്ടും പുറകിലില്ല. കാരണം പേപ്പർ സ്റ്റാറുകൾക്കുള്ള ഒരു ലാളിത്യവും ഒരു ഭംഗിയും ഒരു നൈർമല്യതയും ഒന്നും LED സ്റ്റാറുകൾക്കില്ല എന്നാണ് പേപ്പർ സ്റ്റാർ പ്രേമികൾ പറയുന്നത്. ഇന്നും പേപ്പർ സ്റ്റാർ തന്നെ 5 കാലിൻ്റെ ഒക്കെ നക്ഷത്രം മാത്രമേ ഞാൻ വീട്ടിൽ തൂക്കത്തുള്ളൂ എന്നൊക്കെ വാശി പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് വാശിയുണ്ടല്ലോ അതിനെല്ലാം അനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ഈ ക്രിസ്മസ് വിപണിയിൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. എന്ത് പ്രൊഡക്റ്റും ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള അത് നമ്മൾ ഒട്ടും കാണാത്ത രീതിയിലുള്ള വളരെ കൗതുകകരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ കമ്പോളത്തിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും.
പക്ഷേ പൈസ കൊടുക്കണം എന്ന് മാത്രം കേട്ടോ. ഇത് ബൾബുകളുടെ ഒരു വലിയൊരു ശേഖരമുള്ള ഒരു കട കണ്ട് കേട്ടോ. അതിനകത്ത് എല്ലാ രീതി പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാര ബൾബുകൾ, മാല ബൾബുകൾ, അതൊക്കെ വലിയ കാശുള്ള ആളുകൾക്ക് അതൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറിയിട്ട് ഏത് വീട്ടിൽ 50 രൂപയായിട്ടും 100 രൂപയ്ക്കും 150 രൂപയ്ക്കൊക്കെ ഇഷ്ടം പോലെ മാല ബൾബും വളരെ കളർഫുൾ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ തൊട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. പിന്നെ ആയിരക്കണക്കിന് രൂപ വരുന്ന മാല ബൾബുകളും അതുപോലുള്ള ഡെക്കറേഷൻ ഐറ്റംസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് നമുക്ക് കിട്ടും. കണ്ട എന്ത് രസകരമായിട്ടാണ് കുഞ്ഞു ബൾബുകളൊക്കെ. ഇഷ്ടം പോലെ സാധനങ്ങൾ, ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ കാണാം, മേടിച്ചില്ലെങ്കിൽ കാണുകയും ചെയ്യാം. മലയാളികളെ സംബന്ധിച്ചിട്ട് ഓണവിപണി, ക്രിസ്മസ് വിപണി, അല്ലെങ്കിൽ പെരുന്നാൾ ആയിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ വ്യാപാരികൾക്കൊക്കെ പുത്തൻ ഉണർവ് നൽകുന്ന സീസണുകളാണ് ഇതൊക്കെ. ഈ സമയമാകുമ്പോഴത്തേക്കും എല്ലാ കച്ചവടക്കാർക്കും തുണി, മണി, സ്വർണം, എന്ത് വേണ്ട എന്ത് കച്ചവടക്കാർക്കും ഒക്കെ അതൊരു ഉണർവാണ്. എല്ലാവർക്കും നല്ലൊരു പുതു ഉണർവാണ് ആഘോഷങ്ങൾ. റീറ്റെയിലൊക്കെ ഒരുപാട് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ലാസ്റ്റായിട്ട് തന്നെ അത്യാവശ്യം തിരക്ക് തുടങ്ങി, നല്ല തിരക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് കച്ചവടങ്ങൾ പോകുന്നത്. എല്ലാ കച്ചവടക്കാരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. നമ്മൾ കുറച്ച് കച്ചവടക്കാരോടൊക്കെ ചോദിച്ചു, അവരെല്ലാം പറയുന്നത് നല്ല കച്ചവടമായിരുന്നു, നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാളേറെ കച്ചവടം നമുക്ക് ഈ പ്രാവശ്യം കിട്ടി, ഒരുപാട് സാധനങ്ങൾ ഒക്കെ വിറ്റ് തീർന്നു, അപ്പം പുതിയത് മേടിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വരുന്നോണം വരെ ആളുകൾക്ക് ഇങ്ങനെ തിരികെ നിൽക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ആശയക്കുഴപ്പം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വളരെ സന്തോഷത്തോടെ വളരെ ഉത്സാഹത്തോടെ കച്ചവടക്കാർക്ക് ഇങ്ങനെ പറയും. വളരെ തകൃതിയായിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിറ്റഴിയുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. കാരണം നമ്മൾ അറിയാലോ, നമ്മുടെ വ്യാപാര മേഖലകളെല്ലാം തളർന്നിരിക്കുകയാണ്. പല വ്യാപാരികളും, പല കച്ചവടക്കാരും, ചെറുകിട കച്ചവടക്കാരും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും കടക്കണിയിലാണ്. പലരും ആത്മഹത്യാ സാഹചര്യം കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരം സീസണുകളിൽ വ്യാപാരികൾക്ക് പുത്തൻ ഉണർവ് നൽകുന്നു എന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ സീസണിൽ, ഈ ക്രിസ്മസ് സീസണിൽ എല്ലാവരും ഹാപ്പി ആകട്ടെ. കാരണം മേടിക്കുന്ന ആൾ ഹാപ്പി ആകട്ടെ, വിൽക്കുന്നവർ ഹാപ്പി ആകട്ടെ. അവർക്ക് നിറച്ച് എല്ലാ സാധനങ്ങളും സ്റ്റോക്കൊക്കെ വിറ്റ് അഴിഞ്ഞ് ഒരുപാട് കാശും ഒരുപാട് അവരുടെ പ്രാരാബ്ദങ്ങളും ഒക്കെ മാറത്തക്ക രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ളൊരു കച്ചവടം കിട്ടട്ടെ. ആ സന്തോഷകരമായിട്ടുള്ള ക്രിസ്മസ് അവർക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ. അവർക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടെ, വളരെ ആഹ്ലാദത്തോടെ, വളരെ കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് വളരെ രസകരമായിട്ടുള്ളത്, വളരെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു ക്രിസ്മസ് ദിവസങ്ങളാകട്ടെ ഇനി വരുന്നത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏതായാലും കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള നമ്മുടെ ക്രിസ്മസ് കാഴ്ചകൾ, ക്രിസ്മസ് വിരുന്നുകളെല്ലാം നമ്മളിങ്ങനെ ഓടി നടന്ന് കാണുകയായിരുന്നു. അപ്പം ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ക്രിസ്മസിൻ്റെ ആ ഒരു ഫീലിങ്സിൽ അലിഞ്ഞ് നമ്മളിങ്ങനെ ഈ തെരുവോരങ്ങളിലൂടെ നടക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും അൻസൽ മീഡിയയുടെ ക്രിസ്മസ് ആശംസകൾ ഒരു തവണ കൂടെ ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.